ഈശോ മിശിഹായിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ, നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി അഭിഷേകം എപ്പോഴും ജ്വലിപ്പിക്കുന്നവരായിട്ട് മാറുവാൻ നിങ്ങളെ ഓരോരുത്തരെയും ഈശോ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവ് ഇടയാക്കിയപ്പോൾ ഈ വ്യക്തി പങ്കുവച്ച കാര്യമാണ്. ധ്യാനമൊക്കെ കൂടിക്കഴിഞ്ഞതിന് ശേഷം യേശുവാണ് ഏകരക്ഷകനെന്ന് അനേകരോട് പറയണം, അനേകം ആത്മാക്കളെ നേടണം എന്നൊക്കെ ആഗ്രഹിച്ച് ഇങ്ങനെ പ്രാർത്ഥനയിൽ മുൻപോട്ട് പോകുമ്പോൾ ഈ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ഒത്തിരി പ്രലോഭനങ്ങൾ കടന്നു വരുവാൻ തുടങ്ങി. അങ്ങനെ ഈ വ്യക്തി പോയി കുമ്പസാരത്തിലെ പാപങ്ങൾ ഏറ്റുപറയും. പാപമോചനം പ്രാപിച്ച് ദൈവിക വരപ്രസാദം നിറയുമ്പോൾ, ദൈവിക വരപ്രസാദം നിറഞ്ഞു കഴിഞ്ഞാൽ പിശാചിന് നമ്മുടെ ഒരു രോമത്തെ പോലും തൊടുവാൻ സാധിക്കില്ല. അപ്പോൾ കുഞ്ഞു കുഞ്ഞു പാപങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് നമ്മളിലേക്ക് ഇട്ട് തന്ന് നമ്മുടെ അഭിഷേകത്തിൽ നിന്ന്, കൃപയിൽ നിന്ന് നമ്മളിങ്ങനെ വ്യതിചലിപ്പിക്കും. അങ്ങനെ ഇങ്ങനെ പലതവണയായപ്പോൾ ഈ വ്യക്തി കുമ്പസാരിക്കും, വീണ്ടും തിരിച്ചു വരും, അതിൻ്റെ ഇരട്ടി പ്രലോഭനങ്ങൾ കടന്നു വരും. അപ്പോൾ ഈ വ്യക്തി തീരുമാനിച്ചു, ഈശോയ്ക്ക് എന്നെപ്പറ്റി പ്രത്യേകിച്ച് പദ്ധതിയൊന്നും കാണത്തില്ലായിരിക്കും, അതുകൊണ്ടായിരിക്കും ഞാൻ ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നത് എന്ന് ചിന്തിച്ച് ഈ വ്യക്തിയുടെ തീഷ്ണതയ്ക്ക് അങ്ങോട്ട് കുറഞ്ഞു പോയി. അങ്ങനെ ഈ വ്യക്തിക്ക് വേണ്ടി പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നിറയുവാൻ വേണ്ടി പ്രാർത്ഥിച്ചു. ഏതവസ്ഥയിലാണ് ഈ വ്യക്തി ഡൗൺ ആയിപ്പോയത്, ആ ഒരു അവസ്ഥയിൽ നിന്ന് ഇരട്ടി അഭിഷേകത്താൽ ഈ വ്യക്തി ശക്തനായിട്ട് തിരിച്ചു കയറി വന്നു. അസാധാരണമായ അഭിഷേകമുള്ള ഒരു വ്യക്തിയായിട്ട് മാറ്റപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഞാനൊരു തവണ ദിവികാരൻ്റെ സന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈശോയോട് ഇതിനെപ്പറ്റി ചോദിക്കുമ്പോൾ ഈശോ അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ പൗലോസ്ലിഹായെ പറ്റി ഇങ്ങനെ പറഞ്ഞു തന്നു. പൗലോസ്ലിഹ യേശു ഏകരക്ഷകനാണ് എന്ന് പ്രഘോഷിച്ചപ്പോൾ, മരിച്ചവരുടെ പുനരുത്ഥാനത്തെ പറ്റി പ്രസംഗിച്ചപ്പോൾ പൗലോസ്ലിഹായെ ബന്ധിച്ച് റോമായിലേക്ക് സീസറിന്റെ മുമ്പിൽ വിചാരണയ്ക്കായിട്ട് അയച്ചു. അപ്പോൾ ഈ പൗലോസ്ലിഹായും കൂടെയുള്ള സഹതടവുകാരും കപ്പലിലാണ് യാത്ര ചെയ്യുന്നത്. അപ്പോൾ പൗലോസ്ലിഹ ഈ സൈന്യാധിപനോട് പറയുന്നുണ്ട്, കപ്പൽ യാത്രയിൽ അപകടം സംഭവിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഈ സൈന്യാധിപൻ പൗലോസ്ലിഹായുടെ വാക്ക് കേൾക്കാതെ കപ്പിത്താനെയും കപ്പലുടമയെയും വിശ്വസിച്ച് മുൻപോട്ട് പോകുമ്പോൾ കപ്പല് കൊടുങ്കാറ്റിൽപ്പെട്ട് തകർന്നു പോകുന്നു. അങ്ങനെ ഇവർ ചെല്ലുന്നത് മാൾട്ട എന്ന ദ്വീപിലാണ്. അപ്പോൾ തണുപ്പുള്ള ഒരു സമയമാണ്. അവിടെയുള്ള വ്യക്തികളെല്ലാവരും പൗലോസ്ലിഹായെയും കൂടെയുള്ളവരെയും സ്വീകരിച്ചു. അവരിങ്ങനെ തീ കാഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പൗലോസ്ലിഹ കുറച്ച് ചുള്ളിക്കമ്പുകൾ എടുത്ത് ഈ തീയിലേക്ക് ഇടുമ്പോൾ ആ ചുള്ളിക്കമ്പിൽ ചുറ്റിയിരുന്ന ഒരു അണലിപ്പാമ്പ് ഈ പൗലോസ്ലിഹായുടെ കയ്യിലേക്ക് ചുറ്റും. പ്രിയപ്പെട്ടവരെ, ഇതുപോലെയാണ് നമ്മൾ കുമ്പസാരിച്ച് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ നമ്മൾ നിറയപ്പെടുമ്പോൾ ചില പ്രലോഭനങ്ങൾ ചില അണലിപ്പാമ്പുകളെ പോലെ നമ്മളെ ചുറ്റുവാൻ വേണ്ടി വരും. എന്നാൽ ഈ പൗലോസ്ലിഹ ചെയ്ത ഒരു കാര്യമുണ്ട്. പൗലോസ്ലിഹ പേടിച്ചൊന്നുമില്ല. കാരണം ദമാസ്കസിലേക്കുള്ള യാത്രയിൽ ഒരു സ്വർഗത്തിന്റെ മിന്നലൊളി പൗലോസ്ലിഹയുടെ മേൽ പതിച്ചതുകൊണ്ട് ഈ ഒരു തീ, പരിശുദ്ധാത്മാവിന്റെ ഒരു തീ ഈ പൗലോസ്ലിഹയുടെ ഉള്ളിൽ കത്തിക്കൊണ്ടിരുന്നത് കൊണ്ട് ഈ അണലിപ്പാമ്പിനെ കണ്ടിട്ടൊന്നും പൗലോസ്ലിഹ ഭയപ്പെട്ടില്ല. കൈ കുടഞ്ഞു, ഈ തീയിലേക്ക് ഈ പാമ്പ് വീണ് ഈ പാമ്പ് നശിച്ചു പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇതുപോലെയാണ് നമ്മൾ കുമ്പസാരിച്ച് ദൈവിക വരപ്രസാദത്താൽ നിറഞ്ഞ് നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവിന്റെ ആ തീ കത്തിക്കൊണ്ടിരിക്കുമ്പോൾ ചില പ്രലോഭനങ്ങൾ, അല്ലെ യേശു ഏകരക്ഷകനാണ് എന്ന് പ്രഘോഷിക്കുവാൻ വേണ്ടിയൊക്കെ തുടങ്ങുമ്പോൾ മറ്റു പലതിനെയും കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ട് ചില പ്രലോഭനങ്ങളായിട്ട് ഇങ്ങനെ കടന്നു വരുമ്പോൾ അതിനെ ഓർത്ത് ഭയപ്പെടാതെ നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ അഗ്നി അഭിഷേകത്താല് ഈ പ്രലോഭനങ്ങളെ ഇങ്ങോട്ട് കത്തിച്ചാമ്പലാക്കി കളയണം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 10-ാം അധ്യായം 17-ാം വാക്യം, ഇസ്രായേലിന്റെ പ്രകാശം അഗ്നിയായും അവന്റെ പരിശുദ്ധൻ ഒരു ജ്വാലയായും മാറും. അത് ജ്വലിച്ച് ഒറ്റ ദിവസം കൊണ്ട് അവന്റെ മുള്ളുകളും മുൾച്ചെടികളും നശിപ്പിച്ചു കളയും. പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടത്തില് പ്രാർത്ഥനാ അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ, ആത്മീയ ജീവിതത്തിൽ മുൻപോട്ട് പോകുമ്പോൾ യേശു ഏകരക്ഷകനാണെന്ന് അനേകരോട് പറയുവാൻ വേണ്ടി ആഗ്രഹിക്കുമ്പോൾ ഇതുപോലെ പ്രലോഭനങ്ങൾ ഒത്തിരി വ്യക്തികളിലേക്ക് കടന്നു വരുന്നുണ്ട്. അപ്പോൾ അതിനെ ഓർത്ത് ഭയപ്പെടാതെ പൗലോസ്ലിഹായുടെ കയ്യിൽ ചുറ്റിയ അണലിപ്പാമ്പിനെ ആ തീയിലേക്ക് എറിഞ്ഞതുപോലെ ഈ പ്രലോഭനങ്ങളെ പരിശുദ്ധാത്മാവിന്റെ അഗ്നി അഭിഷേകത്താല് കത്തിച്ചാമ്പലാക്കുന്ന ഒരു അഭിഷേകം ഇത് കേൾക്കുന്ന ഓരോ വ്യക്തികളുടെ മേലും വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കാലഘട്ടത്തില് യേശു മാത്രമാണ് ഏകരക്ഷകൻ എന്ന് പ്രഘോഷിക്കുവാൻ നിങ്ങളെ ഓരോരുത്തരെയും പരിശുദ്ധാത്മാവ് ബലപ്പെടുത്തട്ടെ. പരിശുദ്ധാത്മാവിന്റെ അസാധാരണമായ ഒരു അഭിഷേകം നിങ്ങൾ ഓരോരുത്തരുടെ മേലും വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മ മാതാവിന്റെ മാധ്യസ്ഥവും
വിശുദ്ധ മിഖായേൽ ദൂതന്റെ സംരക്ഷണവും എപ്പോഴും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. ആവേ മരിയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ.